സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സിമ്പിൾ എ സി സർക്യൂട്ടിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സിമ്പിൾ ന്യൂമറിക്കൽ സിമ്പിൾ ഇലക്ട്രിക് അല്ലെങ്കിൽ സിമ്പിൾ എ സി സർക്യൂട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്യാൻ ബി എ റെസിസ്റ്റീവ് സർക്യൂട്ട്, ക്യാൻ ബി ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. അതായത് പ്യൂർലി റെസിസ്റ്റീവ് ആവാം, പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആവാം, പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ആവാം, അതുപോലെ കോമ്പിനേഷൻസ് ആവാം, RL, RC, RLC ഇതുപോലെ വരുന്ന സീരീസ് സർക്യൂട്ട്സ് ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ പ്രോബ്ലം എടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില പ്രീ റിക്വസിറ്റ്സ് വേണം. അതായത് ഇപ്പോൾ ബേസിക്കലി നമുക്ക് വളരെ അത്യാവശ്യമായി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രീ റിക്വസിറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ജനറലി ബേസിക്കലി നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ഐഡിയ വേണം. ഓക്കെ, സോ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് രണ്ടല്ല അതിൽ കൂടുതൽ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പ്രധാനമായിട്ടും നമുക്കിവിടെ വേണ്ടുന്ന രണ്ട് തരത്തിലുള്ള കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഒന്ന് റെക്റ്റാങ്കുലർ ഫോം എന്ന് പറയും, റെക്റ്റാങ്കുലർ ഫോം. സോ റെക്റ്റാങ്കുലർ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ കോംപ്ലക്സ് നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് A1 പ്ലസ് JB1. ഇതാണ് അതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ. അനദർ വെക്ടർ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ എ റെക്റ്റാങ്കുലർ ഫോം ഇസ്, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, A2 പ്ലസ് JB2. ഇത്തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് റെക്റ്റാങ്കുലർ ഫോം എന്ന് പറയുന്നത്. അതുപോലെ പോളാർ ഫോമിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെക്ടറിനെ ഒരു ഫേസറിനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അത് എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത്? R1 ആംഗിൾ θ1, R2 ആംഗിൾ θ2. സോ ബേസിക്കലി ഈ കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ ഫോർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പം നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് ഏത് ഫോമിൽ കിടക്കുന്നതാണ്? റെക്റ്റാങ്കുലർ ഫോമിൽ കിടക്കുന്നതാണ് എളുപ്പം. ഫോർ എക്സാമ്പിൾ, ലെറ്റ് ദിസ് ബി A1 ആൻഡ് ലെറ്റ് ദിസ് ബി A2. സോ ഐ ഹാവ് ടു ആഡ് ദ കോംപ്ലക്സ് നമ്പേഴ്സ് A1 പ്ലസ് A2. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? സോ റിയൽ പാർട്സ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം, A1 പ്ലസ് A2 വിച്ച് വിൽ ബി ദ റിയൽ പാർട്ട് ഓഫ് ദ ആൻസർ. അതായത് ആഡ് ചെയ്ത് കിട്ടുന്ന കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ റിയൽ പാർട്ട് A1 പ്ലസ് A2 അതിൻ്റെ ഇമാജിനറി പാർട്ട് B1 പ്ലസ് B2 ആയിരിക്കും. ഓക്കെ, ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് അഡിഷനും സബ്ട്രാക്ഷനും എന്ത് ചെയ്യാം, ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ ഏത് ഫോമിലിട്ടുകൊണ്ട്, റെക്റ്റാങ്കുലർ ഫോമിലിട്ടുകൊണ്ട് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും. വേറാസ് നമുക്ക് ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലോ അതുപോലെ ഡിവൈഡ് ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എപ്പോഴും അതിൻ്റെ പോളാർ ഫോമിലായിരിക്കണം ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. സോ ലെറ്റ് ദിസ് ബി A ആൻഡ് ലെറ്റ് ദിസ് ബി B. സോ A ഇൻറ്റു B നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ റിയൽ പാർട്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. റിസൾട്ട്, അതായത് പ്രോഡക്റ്റിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് R1 ഇൻറ്റു R2 ആയിരിക്കും. ആംഗിൾ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് θ1ൻ്റെയും θ2ൻ്റെയും സം ആയിരിക്കും, θ1 പ്ലസ് θ2. അതുപോലെ A ഡിവൈഡഡ് ബൈ B ചെയ്യണമെങ്കിൽ ആ A ഡിവൈഡഡ് B എന്ന് പറയുന്ന കോഷ്യൻറ്റിൻ്റെ റിയൽ പാർട്ട് R1 ഡിവൈഡഡ് ബൈ R2 ആയിരിക്കും. വെറാസ് ദ ഇമാജിനറി പാർട്ട് വിൽ ബി θ1 മൈനസ് θ2. ദാറ്റ് ഈസ് ന്യൂമറേറ്ററിൻ്റെ ആംഗിൾ മൈനസ് ഡിനോമിനേറ്ററിൻ്റെ ആംഗിൾ. സോ ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന പ്രീ റിക്വസിറ്റ്സ്, മാത്തമാറ്റിക്കലി നമുക്ക് വേണ്ടുന്ന പ്രീ റിക്വസിറ്റ്സ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വെനെവർ കോംപ്ലക്സ് നമ്പർ അഡിഷൻ comes we have to use addition and we have to use the rectangular form, and whenever multiplication or division is required we have to use the പോളാർ ഫോം. ഇനി എങ്ങനെയാണ് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നത്? അത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാം, അല്ലാതെ തന്നെ മാത്തമാറ്റിക്കലി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് കൂടി ഞാനിവിടെ സൂചിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് A1 പ്ലസ് JB1നെ അതിൻ്റെ പോളാർ ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം നോക്കാം. പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പോളാർ ഫോമിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് വിൽ ബി റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ. അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് B1 ബൈ A1 ആയിരിക്കും. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട്. സോ സിമിലർലി ഇതിൻ്റെ എന്തായിരിക്കും? റൂട്ട് ഓഫ് A2 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ
ആംഗിൾ ടാൻ ഇൻവേഴ്സ് B2 ബൈ A2 ആയിരിക്കും. സിമിലർലി നമുക്ക് പോളാർ ഫോമിൽ കിടക്കുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ തിരിച്ചതിൻ്റെ റെക്റ്റാങ്കുലർ ഫോമിൽ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ R1 ആംഗിൾ θ1നെ തിരിച്ചതിൻ്റെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി R1 കോസ് θ1 പ്ലസ് J ഇൻറ്റു R1 സൈൻ θ1 ആയിരിക്കും. സോ R1 ഇൻറ്റു കോസ് θ1 നമുക്കൊരു വാല്യൂ കിട്ടും, അതായിരിക്കും അതിൻ്റെ റിയൽ പാർട്ട്, പ്ലസ് J ഇൻറ്റു R1 സൈൻ θ1 അതായിരിക്കും അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോളാർ ഫോമിൽ കിടക്കുന്നതിനെ അതിൻ്റെ റെക്റ്റാങ്കുലർ ഫോമിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്ത് ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ആദ്യം 3 + J4 എന്ന് പറയുന്ന ഈ നമ്പറിനെ റെക്റ്റാങ്കുലർ ഫോമിലാണ് അതുള്ളത്, അതിനെ പോളാർ ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സോ കാൽക്കുലേറ്ററിലേക്ക് നോക്കുക. കാൽക്കുലേറ്ററിൽ ഓണാക്കുക. കാൽക്കുലേറ്ററിൽ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന കാൽക്കുലേറ്ററിൽ പോളാർ എന്ന് പറയുന്ന ഈ പ്ലസ് പോസിറ്റീവ് സൈഡിൻ്റെ മുകളിലാണ് പോൾ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ റെക്റ്റാങ്കുലറിനെ പോളാറിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് പ്ലസ് അടിക്കുമ്പോൾ ഇതിനകത്ത് പോളാർ ഓഫ് എന്ന് പറയുന്നത് കാണിക്കുന്നു. അതിനകത്ത് നമ്മൾ അതിൻ്റെ റിയൽ പാർട്ട് ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ 3 ആണ് റിയൽ പാർട്ട്. കോമ ഇടുക. ഇവിടെ ഒരു കോമ ഉണ്ട്. സോ ഇവിടെ ഒരു കോമ ഉണ്ട്. കോമ ഇടുക. സോ ചില കാൽക്കുലേറ്റേഴ്സിൽ കോമ ഇടണമെങ്കിൽ ഷിഫ്റ്റ് അടിച്ചിട്ട് കോമ പ്രസ് ചെയ്യുക. 3 കോമ. നമുക്ക് അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്താണ്, 4 അല്ലേ. സോ 4ഉം എൻ്റർ ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈക്വൽ ടു അടിക്കുക. സോ ഈക്വൽ ടു അടിക്കുമ്പോൾ നമുക്ക് R കിട്ടും. R = 5, θ = 53 ഡിഗ്രി. സോ ഇറ്റ് വിൽ ബി 5 ആംഗിൾ 53 ഡിഗ്രി. ഇപ്പോൾ ഈ ടൈപ്പ് കാൽക്കുലേറ്റേഴ്സിൽ ഡയറക്റ്റ്ലി നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കിട്ടുന്നതാണ്. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞ കാൽക്കുലേറ്റർ, ഇതിനേക്കാളും അല്പം കൂടെ ഫെസിലിറ്റി കുറഞ്ഞ കാൽക്കുലേറ്ററാണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. പക്ഷേ ഈക്വൽ ടു അടിക്കുമ്പോൾ നമുക്ക് ഈ റിയൽ പാർട്ട് മാത്രമായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇമാജിനറി പാർട്ട് കിട്ടാൻ വേണ്ടി ആ കാൽക്കുലേറ്റേഴ്സിൽ ഇവിടെ RCL എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടാവും. RCL ഞെക്കിയതിന് ശേഷം ടാൻ തീറ്റ ഞെക്കുക. RCL ഞെക്കിയതിന് ശേഷം ടാൻ തീറ്റ ഞെക്കുക. അപ്പോൾ നമുക്ക് ആംഗുലർ പാർട്ടും കിട്ടും. അത് ഇതിനേക്കാളും കുറഞ്ഞ കാൽക്കുലേറ്റേഴ്സ്. സോ ഇങ്ങനെയാണ് നമ്മൾ റെക്റ്റാങ്കുലറിൽ നിന്നും പോളാറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഇനി തിരിച്ച് പോളാറിൽ നിന്ന് റെക്റ്റാങ്കുലറിലേക്ക് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്? അത് ഇതേ പ്രൊസീജിയർ തന്നെയാണ്. ഷിഫ്റ്റ് ഇവിടെ റെക്റ്റാങ്കുലർ ഓഫ്, ഈ മൈനസ് സൈനിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഷിഫ്റ്റ് അടിച്ചതിന് ശേഷം റെക്റ്റാങ്കുലർ പ്രസ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഈ 5 ആംഗിൾ 53 ഡിഗ്രിയാണ് അല്ലേ വേണ്ടുന്നത്. സോ 5 ഷിഫ്റ്റ് കോമ 53 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ ഈക്വൽ ടു അടിക്കുമ്പോൾ നമുക്ക് x = 3 അല്ലേ. x = 3. y എത്ര കിട്ടി? y = 3.99 which is 4 അപ്രോക്സിമേറ്റ്. സോ 3 + J4 എന്ന് കിട്ടി. ഇനി മറ്റേ കാൽക്കുലേറ്റർ ആണെങ്കിൽ റിയൽ പാർട്ട് ആദ്യം ഈക്വൽ ടു അടിക്കുമ്പോൾ കിട്ടും. ഇമാജിനറി പാർട്ട് കിട്ടാൻ വേണ്ടി ഈ RCL ബട്ടൺ ഞെക്കിയതിന് ശേഷം ടാൻ ഞെക്കുക. സോ ഈ രീതിയിലാണ് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പോളാർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കൺവേർഷൻസ് നടത്തുന്നത്. ഇങ്ങനെ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കുലറിൽ നിന്നും പോളാറിലേക്കും പോളാറിൽ നിന്നും റെക്റ്റാങ്കുലറിലേക്കും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ. സോ ഇനി ഒരു പ്രീ റിക്വസ്റ്റും കൂടെ വേണം. അതായത് നമ്മുടെ ഈ RLC സർക്യൂട്ടിൻ്റെ ബേസിക്സ് കൂടി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് നിഷ്പ്രയാസം ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത എന്താണ് ഈ RLC സർക്യൂട്ട്സിൻ്റെ ബേസിക്സ് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് RLC അല്ലെങ്കിൽ സിമ്പിൾ AC സർക്യൂട്ട്സിൻ്റെ ബേസിക്സ്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ബേസിക്സ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സോ ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു റെസിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ആ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷനാണ് R. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന ഓംസ് ആണ്. അതുപോലെ നമുക്കൊരു ഒരു ഇൻഡക്ടർ ഉണ്ടെങ്കിൽ ആ ഇൻഡക്ടറിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L ആണെങ്കിൽ അത് ഈ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ XL എന്ന് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി കവർ ചെയ്താണ്. XL = 2πfL. 2π × f × L. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ω × L എന്ന് എഴുതാം. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അടുത്ത നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഇക്വേഷനാണ്. സോ ഈ കപ്പാസിറ്ററിൻ്റെ
ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന ഓപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇറ്റ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എക്സ് സി ആണ് അല്ലേ. എക്സ് സിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2πfc ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആസ് 1/ωc. നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരു കാര്യം, ബേസിക്കലി ഒരു പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എങ്ങനെ ഇരിക്കും എന്നറിഞ്ഞിരിക്കണം. പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിനകത്ത് ഒരു R മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് നമ്മളൊരു AC സർക്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് V = Vm sin ωt എന്നുള്ളതാണ് അതിൻ്റെ ജനറൽ ഇക്വേഷൻ. അതിൻ്റെ പോളാർ ഫോം എന്ന് പറയുന്നത് V∠0° ആണ്. കാരണം ഇവിടെ ωtയുടെ കൂടെ യാതൊരു ആംഗിൾസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നോർമലി നമ്മൾ എടുക്കുന്ന റെഫറൻസ് V∠0 എന്നുള്ളതാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ റെസിസ്റ്റൻസിൽ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജിനെ നമ്മൾ VR എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ദ ഇക്വേഷൻ ഫോർ VR = I × R. ഇവിടെ എല്ലാം നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ഈ I കണ്ടുപിടിച്ചതിന് ശേഷം I കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I = V/R ആണ്. V എന്ന് പറയുന്ന എല്ലാം നമ്മൾ കോംപ്ലക്സ് ഫോമിലാണ് നമ്മൾ എഴുതാറുള്ളത്. സോ ഇവിടെ കോംപ്ലക്സ് ഫോമിൽ ഇതിനെ നമ്മൾ അതിൻ്റെ പോളാർ ഫോമിൽ എഴുതുമ്പോൾ V∠0°/R എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു V/R∠0°. ഇതായിരിക്കും ഇവിടുത്തെ കറണ്ട്. ഈ കറണ്ട് ഉപയോഗിച്ച് നമുക്ക് VR കണ്ടുപിടിക്കാം. സോ VR കണ്ടുപിടിക്കണമെങ്കിൽ I × R, വെറും I × R അല്ല, ഇവിടെ എല്ലാം നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പോളാർ ഫോം ഉപയോഗിച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിനെ ഒന്ന് പെട്ടെന്ന് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പെട്ടെന്നൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ കൂടെ ഒന്നും കൂടെ ഇവിടെ പറയുന്നത്. സോ ഇതൊരു ഇൻഡക്ടറാണ്. ഇൻഡക്ടറിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L ആണ്. ആ L കാരണം ഉണ്ടാകുന്ന ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ XL എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V∠0 അല്ലെങ്കിൽ V = Vm sin ωt ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. ഓക്കെ, സോ നമുക്ക് വേണ്ടുന്നത് XL ആണ് അല്ലേ. സോ ഇവിടെ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ I = V∠0° ഡിവൈഡഡ് ബൈ = V/R ആണ്. ഇവിടുത്തെ കേസിൽ V/XL ആണ്. XLനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും അതിനെ JXL എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. J is an operator which gives a rotation about 90°. അപ്പോൾ എപ്പോൾ XL നമ്മൾ എഴുതേണ്ടി വന്നാലും അവിടെ കോംപ്ലക്സ് ഫോമിൽ എഴുതേണ്ടത് കൊണ്ട് അവിടെ J എന്ന് എഴുതൽ നിർബന്ധമാണ്. XLൻ്റെ കൂടെ എപ്പോഴും J വേണം. ഇഫ് യു ആർ കൺസിഡറിങ് കോംപ്ലക്സ് ഫോം അല്ലെങ്കിൽ ഒരു ഫേസർ ഫോമിലാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ, അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല നമുക്ക് ആംഗിൾ കൂടി അറിയണമെങ്കിൽ നമ്മളെപ്പോഴും കോംപ്ലക്സ് ഫോമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ XL എഴുതുമ്പോൾ അതിൻ്റെ ജനറൽ ഫോമാറ്റ് JXL ആണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു V∠0. ഇത് JXL എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 0 + JXL എന്നാണ്. ഇത് റെക്റ്റാങ്കുലർ ഫോമാണ്. അതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് XL∠90° എന്ന് കിട്ടും. അത് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. കൺവേർട്ട് ചെയ്യാനുള്ള ഫോമുല ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ V/XL∠0 - 90° ആണ് അല്ലേ. സോ -90°. സോ ഇതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. സോ ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ XLന് അക്രോസ് ഉള്ള വോൾട്ടേജ്, അതായത് VXL നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ VXL എന്തായിരിക്കും? VXL = I × XL ആണ്. I × XL. I എന്ന് പറയുന്നത് എന്താണ്? V/XL∠−90° ആണ് I. അതിന് എന്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം? XL കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. XL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JXL ആണ് അല്ലേ. XLൻ്റെ കൂടെ എപ്പോഴും ഒരു J എഴുതിയിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് മാത്രമാണ് ഞാനിത് പറയുന്നത്. സോ ഇവിടെ V/XL∠−90° × J × XL ആണ് അല്ലേ. സോ Jയുടെ XL എന്ന് പറയുമ്പോൾ XL∠90° ആണ്. സോ ഈസിലി നമുക്ക് എന്ത് ചെയ്യാം? V/XL × XL എന്ത് തന്നെ കിട്ടും? V/XL × XL V തന്നെ കിട്ടും. -90 + 90 0 കിട്ടും. സോ ഇവിടെ നമുക്ക് V∠0° തന്നെ കിട്ടും. വിച്ച് മീൻസ് ഇത് നമുക്ക് ഒരു പാരലൽ സർക്യൂട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇതിന് അക്രോസും ഉണ്ടാകുന്ന വോൾട്ടേജ്. അതുകൊണ്ട് ഈ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ VXL കണ്ടുപിടിക്കാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇത് ഇവിടെയും കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് അറിയേണ്ടത് പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് എങ്ങനെ വരും എന്നുള്ളതാണ്.
സോ ഒരു പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കപ്പാസിറ്റൻസ് ആണ്. സോ കപ്പാസിറ്റൻസ് ആണ്. ഇതിനകത്ത് നമുക്ക് ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട് വി ആംഗിൾ 0 അല്ലെങ്കിൽ വി എം ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഇതാണ് നമ്മുടെ കപ്പാസിറ്റൻസ്. ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് സി ആണ്. ആ കപ്പാസിറ്റൻസ് ഓഫർ ചെയ്യുന്ന കപ്പാസിറ്റി റിയാക്റ്റൻസിനെ എക്സ് സി നമ്മൾ വിളിക്കുന്നു. എക്സ് സി ഈസ് ഈക്വൽ ടു 1/ωc ആണ്. ഇനി എക്സ് സി എപ്പോൾ വന്നാലും അതിൻ്റെ കൂടെ ഒരു -j ഇടാൻ മറക്കരുത്. ബിക്കോസ് ഈ എക്സ് സി എന്ന് പറയുന്ന കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇറ്റ് ബ്രിങ്സ് അബൌട്ട് 90 ഡിഗ്രി ലീഡ് ഉണ്ടാക്കുന്നു. സോ -j കൂടെ, ആ ജെ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒരു 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് ഉണ്ടാക്കുന്നത്. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ -j ഇട്ട് കൊടുക്കുന്നു. സോ -j എക്സ് സി. സോ എപ്പോൾ എക്സ് സി വന്നാലും അതിൻ്റെ കൂടെ ഒരു -j ഇടാൻ മറക്കരുത്. സോ ഇതേ രീതിയിൽ ഈ -j എക്സ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതിനെ പോളാർ ഫോമാണ്. 0 -j എക്സ് സി എന്നതിൻ്റെ അർത്ഥം. അതിനെ നമ്മൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്ത് വരും? √0² പ്ലസ് എക്സ് സി സ്ക്വയർ വിച്ച് ഈസ് എക്സ് സി ആംഗിൾ ഓഫ് ടാൻ ഇൻവേഴ്സ് -xc/0. സോ വിച്ച് ഈസ് 90 ഡിഗ്രി അല്ലേ? ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ഈസ് 90 ഡിഗ്രി. സോ ഇവിടെ -90 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഇത്തരത്തിൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. I ഈസ് ഈക്വൽ ടു വി ആംഗിൾ 0 ഡിവൈഡഡ് ബൈ എക്സ് സി ആംഗിൾ -90 ഡിഗ്രി. സോ v/xc ആംഗിൾ -90 ഡിഗ്രി കിട്ടും. സോ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് വോൾട്ടേജും ഒക്കെ കണ്ടുപിടിക്കുക. സോ ഓൾവേസ് നമ്മളൊരു എ സി സർക്യൂട്ടിൻ്റെ അനാലിസിസ് വരുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻസ് RL, RC, RLC ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഈ കാൽക്കുലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഒരു RC സർക്യൂട്ടിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ RC സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഒരു RC അല്ല, നമുക്ക് ആദ്യം RL നോക്കാം. ഓക്കെ, സോ ഒരു RL സർക്യൂട്ടിൽ ഒരു R ഉണ്ടാവും, ഒരു L ഉണ്ടാവും അല്ലേ? സോ RL സർക്യൂട്ടിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 6, ഇവിടുത്തെ ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് സെൽഫ് ഇൻഡക്റ്റൻസ് L ആണ്. അത് കാരണം ഉണ്ടാവുന്ന ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL ഈസ് ഈക്വൽ ടു 2πfL എക്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഒരു എ സി സപ്ലൈ ദറ്റ് ഈസ് വി ആംഗിൾ 0 ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ആസ് വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജിനെ വി ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ ഇൻഡക്ടറിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജിനെ വി എക്സ്-എൽ എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം, എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഒപ്പോസിഷൻ എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ഒപ്പോസിഷൻ ആണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇൻഡക്ടർ കാരണം ഉണ്ടാകുന്ന ഒപ്പോസിഷൻ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഇവിടെ ഒരു കോംപ്ലക്സ് ഒപ്പോസിഷൻ ആണ് വരുന്നത്. ആ കോംപ്ലക്സ് ഒപ്പോസിഷൻ ഓഫർ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്, അതിനെയാണ് നമ്മൾ ഇമ്പിഡൻസ് എന്ന് വിളിക്കുന്നത്. ഇമ്പിഡൻസ് Z ഈസ് ഈക്വൽ ടു നമുക്കറിയാം R പ്ലസ് ജെ എക്സ്-എൽ. എക്സ്-എൽ വരുമ്പോൾ എപ്പോഴും +j ആയിരിക്കും ഉണ്ടാവുക. സോ R + jXL ആയിരിക്കും ഇവിടുത്തെ ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ അതിൻ്റെ റെക്ടാങ്കുലർ ഫോമാണ്. അതിൻ്റെ പോളാർ ഫോം എന്ത് വരും? Z ഈസ് ഈക്വൽ ടു √R² പ്ലസ് XL² കൺവേർട്ട് ചെയ്യുന്നു ആംഗിൾ ഓഫ് ടാൻ ഇൻവേഴ്സ് XL/R. സോ ഇതിനെ നമുക്ക് √R² പ്ലസ് XL² നമുക്ക് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിന് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് Z എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. തൽക്കാലം ആംഗിൾ ടാൻ ഇൻവേഴ്സ് XL/R അതിനെ നമുക്കൊരു തീറ്റ എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ കറണ്ടിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. I ഈസ് ഈക്വൽ ടു V/Z ആണ്. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മളെല്ലാം കോംപ്ലക്സ് നമ്പേഴ്സിലിട്ടാണ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ വോൾട്ടേജ് V ആംഗിൾ 0 ഡിഗ്രിയാണ് ഡിവൈഡഡ് ബൈ Z എന്താണ്? Z ആംഗിൾ θ°. സോ നമുക്ക് എന്ത് കിട്ടും? V/Z ആംഗിൾ ഓഫ് 0 മൈനസ് θ°, വിച്ച് ഈസ് -θ°. ഇതായിരിക്കും കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നിനും അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാം. കറണ്ട് അറിയാമെങ്കിൽ ഇവിടെ ഒരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഈ കറണ്ട് തന്നെയായിരിക്കും ആറിൽ കൂടെ പാസ് ചെയ്യുന്നതും XL കൂടി പാസ് ചെയ്യുന്നതും. സോ ആറിന് അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടായ IA ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്യുക. സോ VR നമുക്ക് കിട്ടും. VR ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. പക്ഷേ ഇവിടെ കോംപ്ലക്സ് നമ്പേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. I എന്താണ്? I ഈസ് നമുക്കിവിടെ കിട്ടി V/Z ആംഗിൾ -θ°. ഇൻറ്റു R. എന്ന് പറയുന്നത് ആറിന് പ്രത്യേകിച്ച് നമുക്ക് ആംഗിൾ ഒന്നുമില്ല. R ആംഗിൾ 0 ഡിഗ്രിയാണ്.
നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഒരു സാധനമാണ് ആർ എന്ന് പറയുന്നത്. സോ ഒരു പ്രോഡക്റ്റ്, ഇവിടെ പ്രോഡക്റ്റാണ് നമുക്ക് എടുക്കേണ്ടത്, അതുകൊണ്ട് പോളാർ ഫോമിൽ തന്നെയാണ് ഇടേണ്ടത്. സോ വി ബൈ ഇസഡ് ഇൻറ്റു ആർ. സോ വി ബൈ ഇസഡ് ഇൻറ്റു ആർ. ഇതിനൊക്കെ വാല്യൂസ് ആയിരിക്കും പ്രോബ്ലത്തിൽ കിട്ടുന്നുണ്ടാവുക. ആംഗിൾ ഓഫ് മൈനസ് തീറ്റ ഡിഗ്രി പ്ലസ് 0 ഡിഗ്രി. സോ മൈനസ് തീറ്റ ഡിഗ്രി ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇനി വി എക്സ് എൽ ചെയ്യുമ്പോഴോ, വി എക്സ് എൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് എക്സ് എല്ലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഐ ഇൻറ്റു അവിടുത്തെ ഒപ്പോസിഷൻ എന്താണ്? എക്സ് എൽ. അതിൽ കൂടെ ഉള്ള കറണ്ട് ഐ, അവിടെ ഉണ്ടാകുന്ന ഒപ്പോസിഷൻ എക്സ് എൽ. സോ ഐ ഇൻറ്റു എക്സ് എൽ, ദാറ്റ് ഈസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ബൈ ഇസഡ് ആംഗിൾ മൈനസ് തീറ്റ ഡിഗ്രി ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് പോളാർ ഫോമിൽ തന്നെയാണ് ഇടേണ്ടത്. സോ ഓൾറെഡി പോളാർ ഫോമിൽ തന്നെയാണ് ഉള്ളത്. ഇനി എക്സ് എല്ലിൻ്റെ വാല്യൂ എന്താണ്? ജെ. എക്സ് എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ജെ എക്സ് എൽ ആണ് അല്ലേ? എക്സ് എൽ ഇട്ടാൽ എപ്പോഴും ഒരു ജെ കൂടെ ഇടണം എന്ന് ഞാൻ പറഞ്ഞു. ജെ എക്സ് എൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ റെക്ടാങ്കുലർ ഫോമാണ്, അതിനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇൻറ്റു ജെ എക്സ് എൽ. ജെ എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ജെ എക്സ് എൽ ആണ് അല്ലേ? 0 പ്ലസ് ജെ എക്സ് എല്ലിനെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മെത്തേഡോ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എൽ ആംഗിൾ 90 ഡിഗ്രി എന്നായിരിക്കും കിട്ടുക. സോ ആൻസർ വി ബൈ ഇസഡ് ഇൻറ്റു എക്സ് എൽ ആംഗിൾ ഓഫ് മൈനസ് തീറ്റ പ്ലസ് 90 ഡിഗ്രി എത്ര വരുമോ അതായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ആർ സി സർക്യൂട്ടും സോൾവ് ചെയ്യാം. ആർ സി സർക്യൂട്ട് സോൾവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആർ സി സർക്യൂട്ടിൽ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഉണ്ടാവും. അതിടെ നമുക്ക് വോൾട്ടേജ് ഉണ്ടാവും വി ആംഗിൾ 0. ആറ് ഇവിടെ നമുക്ക് എക്സ് സി ആണ് ഉണ്ടാവുക. ഇവിടുത്തെ കപ്പാസിറ്റൻസ് സി ആയിരിക്കും. സോ എക്സ് സിയുടെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. എക്സ് ഈസ് ഈക്വൽ ടു 1/ωc ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2πfc ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ആറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആർ ആണ്. അതുപോലെ എക്സ് സിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് വി എക്സ് സി ആണ്, അല്ലെങ്കിൽ വി സി എന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. സോ ആദ്യം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ഇംപെഡൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ ഇംപെഡൻസ് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ മൈനസ് ജെ എക്സ് സി ആണ്. എക്സ് സി വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ മൈനസ് ജെ ആണ് ഉള്ളത്. പ്രത്യേകം ഓർത്തു പോകാൻ മറക്കരുത്. അതിൻ്റെ ജനറൽ ഫോമാറ്റ് എങ്ങനെയാണ്? ബിക്കോസ് എക്സ് സി പ്രൊവൈഡ്സ് എ ലീഡ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് ആ ഫേസർ ഉണ്ടാക്കുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈനസ് ജെ എക്സ് സി എന്ന് കൊടുക്കുന്നത്. അതെപ്പോഴും ഓർമ്മ വേണം. സോ ഇസഡ് ഈസ് ഈക്വൽ ടു ആർ മൈനസ് ജെ എക്സ് സി. എക്സ് സിയുടെ വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് അതിൻ്റെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ √r² പ്ലസ് മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ ആംഗിൾ ഓഫ് ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് സി ബൈ ആർ. സോ നമുക്കിതിനെ നമുക്ക് √r² പ്ലസ് എക്സ് സി സ്ക്വയറിന് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇസഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ കിട്ടുന്ന ആംഗിൾ ഒരു നെഗറ്റീവ് ആംഗിൾ മൈനസ് തീറ്റ ഡിഗ്രി ആണെന്ന് നമുക്ക് തൽക്കാലം അസ്യൂം ചെയ്യാം. പ്രോബ്ലം വരുമ്പോൾ ഇവിടെയൊക്കെ ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും വരിക. ഇനി ഇവിടുത്തെ കറണ്ട് എന്തായിരിക്കും? ഐ ഈസ് ഈക്വൽ ടു വി ബൈ ഇസഡ്. സോ വി എന്ന് പറയുന്ന വി ആംഗിൾ 0 ഡിവൈഡഡ് ബൈ ഇസഡ് ആംഗിൾ മൈനസ് തീറ്റ ഡിഗ്രി അല്ലേ? സോ വി ബൈ ഇസഡ് ആംഗിൾ 0 മൈനസ് ഓഫ് മൈനസ് തീറ്റ പ്ലസ് തീറ്റ ഡിഗ്രി. ഈ തരത്തിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. സിമിലർലി വി ആർ നമുക്ക് കണ്ടുപിടിക്കാം. ഐ ഇൻറ്റു ആർ എന്ന് പറഞ്ഞത് വി ബൈ ഇസഡ് ആംഗിൾ തീറ്റ ഡിഗ്രി ഇൻറ്റു ആർ എന്ന് പറയുന്നത് ആറിന് ആംഗിൾ 0 ആണ് അല്ലേ? സോ വി ബൈ ഇസഡ് ഇൻറ്റു ആർ ആംഗിൾ തീറ്റ ഡിഗ്രി പ്ലസ് 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി പി എക്സ് സി എങ്ങനെ കണ്ടുപിടിക്കും? ഐ ഇൻറ്റു ജെ എക്സ് സി ചെയ്യണം അല്ലേ? സോ ഐ എന്താണ്? ഓൾറെഡി നമുക്കറിയാം വി ബൈ ഇസഡ് ആംഗിൾ തീറ്റ ഡിഗ്രി ഇൻറ്റു ജെ എക്സ് സി. നമ്മൾ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ സാധ്യമാകത്തുള്ളൂ. സോ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എക്സ് സി ആംഗിൾ മൈനസ് 90 ഡിഗ്രി ആയിരിക്കും. മൈനസ് ജെ എക്സ് സി ആണേ. സോ ഇവിടെ വി ബൈ ഇസഡ് ഇൻറ്റു എക്സ് സി ആംഗിൾ തീറ്റ മൈനസ് 90 ഡിഗ്രി എത്ര കിട്ടുമോ അത്. ക്ലിയർ ആണോ? സോ ഇത്തരത്തിൽ വി ആർ, വി എക്സ് സി, ഐ ഇതെല്ലാം കണ്ടുപിടിക്കാം. സോ ഇതൊക്കെ കണ്ടുപിടിക്കാനായിരിക്കും ബേസിക്കലി പ്രോബ്ലംസ് ഉണ്ടാവുക. ഇനി നമുക്ക് ആർ എൽ സി സർക്യൂട്ട് കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. സോ ആർ എൽ സി സർക്യൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ്, എൽ, സി ഇത് മൂന്നും ഉണ്ടാവും അല്ലേ? ഇതിലേക്ക് നമ്മളൊരു വി ആംഗിൾ 0 അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി അപ്ലൈ ചെയ്യുന്നു. ഇവിടെ ആറുണ്ട്, ഇത് എൽ ആണ്, ഇത് കപ്പാസിറ്റൻസ് സി ആണ്, എൽ ഇൻഡക്റ്റൻസ് ആണ്. ഇവിടുത്തെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സ് എൽ ആണ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എക്സ് സി ആണ്. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വി ആർ ആണ്, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വി എക്സ് എൽ ആണ്, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വി എക്സ് സി ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ ആദ്യം നമുക്ക് ഇവിടുത്തെ
എക്സ് എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ഇൻറ്റു എൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2π എഫ് എൽ ആണ്. അതുപോലെ എക്സ് സി കണ്ടുപിടിക്കുക. 1/ωc ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2π എഫ് സി ആണ്. അതുപോലെ നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ട ഇവിടുത്തെ ഇമ്പിഡൻസിൻ്റെ വാല്യൂ ആണ്. ഇസഡ് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ജെ എക്സ് എൽ മൈനസ് ജെ എക്സ് സി. എക്സ് എല്ലിൻ്റെ കൂടെ എപ്പോഴും പ്ലസ് ജെ, എക്സ് സിയുടെ കൂടെ എപ്പോഴും മൈനസ് ജെ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ആർ പ്ലസ് ജെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ജെ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സിന്ന് കിട്ടും. സോ ഇതൊരു റെക്റ്റാങ്കുലർ ഫോമിലാണ് ഈ ഇസഡ് കിടക്കുക. അതിന് നമുക്ക് പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം റിയൽ പാർട്ട് എന്തായിരിക്കും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ ആംഗിൾ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡഡ് ബൈ ആർ. സോ ഈ ആംഗിൾ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എക്സ് എൽ ആണ് വലുതെങ്കിൽ ഈ ആംഗിൾ പോസിറ്റീവ് വരും. അതല്ല എക്സ് സി ആണ് വലുതെങ്കിൽ ഈ ആംഗിൾ നെഗറ്റീവ് വരും. സോ തൽക്കാലം നമുക്ക് ഇവിടെ ഇസഡ് ആംഗിൾ, ഈ ആംഗിൾ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഇൻ ദ അസംഷൻ ദാറ്റ് എക്സ് എൽ ഈസ് ഹയർ. ന്യൂമറിക്കൽ പ്രോബ്ലം വരുമ്പോൾ ആംഗിൾ വേണമെങ്കിൽ നെഗറ്റീവ് വരാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഐ കണ്ടുപിടിക്കാം. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ഇസഡ്. സോ വി എന്താണ്? വി ആംഗിൾ 0 ഡിവൈഡഡ് ബൈ Z angle theta degree. So it will be V by Z angle minus theta degree. തരത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഓൾറെഡി Z കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വി എക്സ് എൽ കണ്ടുപിടിക്കാം. ഐ ഇൻറ്റു ജെ എക്സ് എൽ ചെയ്താൽ മതി. സിമിലർലി വി എക്സ് സി കണ്ടുപിടിക്കാം. ഐ ഇൻറ്റു മൈനസ് ജെ എക്സ് സി ചെയ്താൽ മതി. സോ ഇത്തരത്തിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലൂടെ ഇതെല്ലാം കണ്ടുപിടിക്കാം. സോ ഇത് ഓരോന്നും കണ്ടുപിടിക്കാനായിരിക്കും പ്രോബ്ലം ചോദിക്കുന്നുണ്ടാവുക. പ്ലസ് പ്രോബ്ലത്തിൽ ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട്. ഒരു ആർ എൽ സി സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം പവർ കൺസ്യൂം ചെയ്യുന്നത്, അതായത് പവറിനെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത്, അതായത് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ റെസിസ്റ്റീവ് എലമെൻ്റ് എന്ന് പറയുന്ന സാധനം മാത്രമായിരിക്കും. ബാക്കി ഇൻഡക്ടർ ആയാലും കപ്പാസിറ്റർ ആയാലും പവറിനെ ഡിസിപ്പേറ്റ് ചെയ്യത്തില്ല. മറിച്ച് അവർ എന്താ ചെയ്യുന്നത്? പവറിനെ എന്തിനു വേണ്ടി ഉപയോഗിക്കും? ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുമായിരിക്കും ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും പവറിനെ ഉപയോഗിക്കുക. അതിന് നമ്മൾ റിയാക്റ്റീവ് പവർ എന്ന് വിളിക്കും. റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്ന പവറാണ് ആക്ച്വൽ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ എന്ന് വിളിക്കുന്നത്. അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ ആയിരിക്കും അതിൻ്റെ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ആക്റ്റീവ് പവർ ചോദിച്ചു കഴിഞ്ഞാൽ വി ഐ കോസ് ഫൈ ചെയ്യുക. ഇനി കോസ് ഫൈ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. കോസ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ആംഗിൾ ഏതാണ്? എന്താ ഈ ആംഗിൾ ഉണ്ടല്ലോ, അതായത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസിനെയാണ് നമ്മൾ ഫൈ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേഷനിലൂടെ വോൾട്ടേജിന് ഒരു ഇക്വേഷൻ കിട്ടും, കറണ്ടിന് ഒരു ഇക്വേഷൻ കിട്ടും. സിമിലർലി വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് വി ആംഗിൾ 0. അപ്പോൾ ഇവിടെ 0 ഡിഗ്രി, ഇവിടെ കറണ്ടിന് എത്ര ഡിഗ്രിയാണ്? മൈനസ് തീറ്റ ഡിഗ്രി. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആ ആംഗിളാണ് ഇവിടെ നമ്മൾ ഫൈ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഫൈ ആയിട്ട് എടുക്കുന്നത് ഇറ്റ് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. സോ വി ഇൻറ്റു ഐ ഇൻറ്റു കൊസൈൻ ഓഫ് ഫേസ് ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ വി ആൻഡ് ഐ. അത് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കിട്ടും. അതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആക്റ്റീവ് പവർ കൂടി കണ്ടുപിടിക്കാൻ സാധിക്കും. റിയാക്റ്റീവ് പവർ ചോദിക്കുവാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ഇൻറ്റു സൈൻ ഫൈ എന്ന് ചെയ്യാം. സോ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാം തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പ്രോബ്ലം എങ്ങനെ ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലം ഉണ്ട്. എ റെസിസ്റ്റൻസ് ഓഫ് 10 ohm, an inductor of 0.3 Henry and a capacitance of 100 microfarad are connected in series across a 230 volt 50 hertz single phase supply. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു R, L ആൻഡ് C വരുന്ന സീരീസ് സർക്യൂട്ട് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കുന്നു? ഒരു R, L, C സർക്യൂട്ട് വരയ്ക്കുന്നു. അതിലേക്ക് കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് പറയുന്നുണ്ട്. 230 വോൾട്ടാണ്. സോ 230 എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതിൻ്റെ ആംഗിൾ നമ്മൾ വോൾട്ടേജിൻ്റെ ആംഗിൾ എപ്പോഴും റെഫറൻസിൽ എടുക്കുന്നത് കൊണ്ട് ആ ആംഗിൾ എപ്പോഴും എന്തെടുക്കണം? 230 ആംഗിൾ 0 ഡിഗ്രി എന്ന് എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ ഓരോന്നിൻ്റെ ആറിൻ്റെ വാല്യൂ 10 ohm ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് എക്സ് എൽ അറിയില്ല. എൽ തന്നിട്ടുണ്ട്. എൽ എത്രയാണ്? എൽ ഈസ് ഈക്വൽ ടു 3 അല്ലെങ്കിൽ 0.3 ഹെൻറി ആണ്. എക്സ് സിയുടെ വാല്യൂ നമുക്കറിയില്ല, കാൽക്കുലേറ്റ് ചെയ്യണം. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 100 മൈക്രോ ഫാരഡ് ആണ്. ഓക്കെ, സോ ഇനിഷ്യലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് എല്ലും ഈസ് ഈക്വൽ ടു 2π f ഇൻറ്റു എൽ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു
2 ഇൻറ്റു പൈ ഇൻറ്റു ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50 ഹെർട്സ് ആണ്. 50 ഇൻറ്റു എൽ എത്രയാണ്? 0.3. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 94.247 ഓം കിട്ടും. സിമിലർലി നമുക്ക് എന്തും കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് സി കാൽക്കുലേറ്റ് ചെയ്യാം. 1/2π എഫ് സി ആണ് എൻ്റെ ഇക്വേഷൻ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു 50 ഇൻറ്റു സി എത്രയാണ്? 100 മൈക്രോ ഫാരഡ് ആണ്. 100 ഇൻറ്റു 10⁻⁻6. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ അത് നിങ്ങൾക്ക് 31.83 ഓം കിട്ടും. സോ എക്സ് എൽ കിട്ടിക്കഴിഞ്ഞു, എക്സ് സി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇസഡിൻ്റെ ഇക്വേഷൻ ഇസഡ് ഈസ് ഈക്വൽ ടു എൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സി ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ നമുക്കറിയാം 10 ആണ്, പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ എന്ന് പറയുന്നത് 94.247 മൈനസ് 31.83 ആണ്. സോ നിങ്ങൾക്ക് മൈനസ് ചെയ്യുമ്പോഴത്തേക്കും 62.417 കിട്ടും. സോ 10 പ്ലസ് ജെ ഇൻറ്റു 62.417. ഇതാണ് ഇസഡിൻ്റെ റെക്റ്റാങ്കുലർ ഫോം. സോ ഇനി ഇതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? കാൽക്കുലേറ്റർ എടുക്കുന്നു. ഷിഫ്റ്റ് പോളാർ ഓഫ് 10, 62.417 ബ്രാക്കറ്റ് ക്ലോസ്. സോ ഇതിന് നമുക്ക് എന്ത് കിട്ടും? 63.212 ആംഗിൾ തീറ്റ നമുക്ക് കിട്ടുന്നത് 80.89 ഡിഗ്രിയാണ്. സോ ഇതാണ്, ഇത്രയും ഓമാണ് ഇമ്പിഡൻസിൻ്റെ വാല്യൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്ന ഇമ്പിഡൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. നമ്മൾ കണ്ടുപിടിച്ചു. കറണ്ട് ത്രൂ ദ സർക്യൂട്ട് കണ്ടുപിടിക്കുക. സോ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി I ഈസ് ഈക്വൽ ടു നമുക്കറിയാം V/Z ആണ്. V എന്താണ്? 230 ആംഗിൾ 0 ഡിഗ്രിയാണ്. ഡിവൈഡഡ് ബൈ ഇസഡ് നമ്മൾ കണ്ടുപിടിച്ചു 63.212 ആംഗിൾ 80.89 ഡിഗ്രിയാണ്. സോ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യാൻ റിയൽ പാർട്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ 230 ഡിവൈഡഡ് ബൈ 63.212 3.638 കിട്ടും. ആംഗിൾ 0 മൈനസ് 80 അതായത് മൈനസ് 80.89 ഡിഗ്രി കിട്ടും. ഇത്ര ആംബിയറാണ് കറണ്ടിൻ്റെ ഈ ആൻസർ എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആൻസർ കിട്ടാൻ വോൾട്ടേജ് അക്രോസ് ആർ ആൻഡ് എൽ ആൻഡ് സി. സോ ആദ്യം വോൾട്ടേജ് അക്രോസ് ആർ കണ്ടുപിടിക്കാൻ വി ആർ ഇസ് ഈക്വൽ ടു ഈ കണ്ടുപിടിച്ച IA ഇൻറ്റു ആർ. ഈ കണ്ടുപിടിച്ച I എത്രയാണ്? 3.638 ആംഗിൾ മൈനസ് 80.89 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആംഗിൾ 0 ആണ് അല്ലേ? 10 ഓം ആണ്, വിച്ച് ഇസ് 10 ആംഗിൾ 0. സോ റിയൽ പാർട്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 3.638 ഇൻറ്റു 10 എന്ന് പറയുന്നത് 36.38 ആംഗിൾ മൈനസ് 80 പ്ലസ് 0 ഡിഗ്രി വിച്ച് ഇസ് 80 മൈനസ് 80.89 ഡിഗ്രി വോൾട്ട്. ഇത്രയാണ് വി ആറിൻ്റെ ഇക്വേഷൻ. ഇനി വി എക്സ് എൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വി എൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറയുന്നത് I ഇൻറ്റു ജെ എക്സ് എൽ ആണ്. സോ I ഓൾറെഡി നമുക്കറിയാം 3.638 ആംഗിൾ മൈനസ് 80.89 ഡിഗ്രിയാണ് ഇൻറ്റു ജെ എക്സ് എൽ ആണ് അല്ലേ? ജെ എക്സ് എൽ എന്ന് പറയുന്നത് 0 പ്ലസ് ജെ ഇൻറ്റു എക്സ് എല്ലിൻ്റെ വാല്യൂ നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 94.247 ആണ്. 94.247. സോ ഇത് പോളാർ ഫോമിലും ഇത് റെക്റ്റാങ്കുലർ ഫോമിലുമാണ്. ഇത് റെക്റ്റാങ്കുലർ ഫോമിലും ഇത് പോളാർ ഫോമിലുമാണ്. സോ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ടും പോളാർ ഫോമിലേക്ക് മാറ്റിയേ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇതിനെ എങ്ങനെ പോളാർ ഫോമിലേക്ക് മാറ്റാമെന്ന് നോക്കാം. സോ ആദ്യം കാൽക്കുലേറ്റർ എടുക്കുക. ഇതിപ്പോൾ റെക്റ്റാങ്കുലർ ഫോമിലാണ്. സോ ഷിഫ്റ്റ് പോളാർ ഓഫ് 0 ആണ്, അതിൻ്റെ റിയൽ പാർട്ട് 0 ആണ്. 0, 94.247 94.247 bracket close. Answer will be 94.247 ആംഗിൾ 90 ഡിഗ്രി. ഇത് നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് ഞാൻ ഇനിഷ്യലി കാൽക്കുലേറ്റർ വെച്ച് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ ഈ 94.247 റിയൽ പാർട്ടിലും വരും, പ്ലസ് ജെ ആയതുകൊണ്ട് 90 ഡിഗ്രിയും വരും. ഓക്കെ, സോ നമുക്ക് 3.638 ആംഗിൾ മൈനസ് 80.89 ഡിഗ്രി ഇൻറ്റു 94.247 ഇൻറ്റു ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ? സോ മൾട്ടിപ്ലൈ ചെയ്യാൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ റിയൽ പാർട്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 94.247
247 into 3.638. 3.638. And that will be 342.87 angle 90 minus 80.89 minus 90. That will be 9.11 degree. ഇത്രയും വോൾട്ടാണ് വി എക്സ് എൽ. സിമിലർലി നമുക്ക് വി എക്സ് സി കാൽക്കുലേറ്റ് ചെയ്യാം. വി എക്സ് സി ഈസ് ഐ ഇൻറ്റു മൈനസ് ജെ എക്സ് സി. സോ ഐ ഓൾറെഡി നമുക്കറിയാം 3.638 ആംഗിൾ മൈനസ് 80.89 ഡിഗ്രി ഇൻറ്റു ജെ എക്സ് സി. എക്സ് സിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം 31.83 ഡിഗ്രിയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇതിനെയും കൂടെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണം, വിച്ച് വിൽ ബി 3.638 ആംഗിൾ മൈനസ് 80.89 ഡിഗ്രി ഇൻറ്റു 31.83 ആംഗിൾ മൈനസ് 90 ഡിഗ്രി. സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3.638 into 31.83, you'll be getting it as 115.79. Angle എന്തായിരിക്കും? minus 90 plus 80, which will be minus 170.89 ഡിഗ്രി ആയിരിക്കും. ഇതാണ് വി എക്സ് സി എന്ന് പറയുന്നത്. ഓക്കെ, സോ വി എക്സ് സി കാൽക്കുലേറ്റ് ചെയ്തു, വി എൽ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് പവർ കൺസ്യൂംഡ് ബൈ ദ സർക്യൂട്ടാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ആണ്. പി ഈസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈ ആണ്. ഈ ഫൈ എന്തായിരിക്കും? ഫൈ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഇവിടെ വോൾട്ടേജിൻ്റെ ആംഗിൾ എന്താണ്? വി ആംഗിൾ 0യും കറണ്ടിൻ്റെ ആംഗിൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു, അത് 230 ആംഗിൾ 0 ആണ് നമ്മുടെ ഇവിടെ വോൾട്ടേജിൻ്റെ പോളാർ ഫോം. കറണ്ടിൻ്റെ പോളാർ ഫോം എന്താണ്? 3.638 ആംഗിൾ മൈനസ് 80.89. സോ ഈ മൈനസ് 80.89 എന്നുള്ളതാണ് നമ്മുടെ ഫേസ് ആംഗിൾ, അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആംഗിൾ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. സോ 80.89. സോ കോസ് ഫൈ ആയതുകൊണ്ട് മൈനസും പ്ലസും നമുക്ക് വിഷയമല്ല, മൈനസ് ഇട്ട് കൊടുത്താലും കോസ് ഓഫ് മൈനസ് തീറ്റ ഈസ് പ്ലസ് കോസ് തീറ്റ. അതുകൊണ്ട് 80.89 ആണ്. സോ നമുക്കിവിടെ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം, കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം, കൂടാതെ കോസ് ഫൈയും വേണം. സോ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് 230 ആണ് നമുക്കറിയാം. കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ നമുക്കറിയാം 3.638 ഇൻറ്റു കോസ് ഓഫ് 80.89 ആണ് നമുക്ക് അവിടുത്തെ എന്ത് വരുന്നത്? പവർ വരുന്നത്. അത്ര വരും നമുക്ക് അതിൻ്റെ വാല്യൂ 132.481 വാട്ട്സ് ആണ്. സോ നമുക്ക് ഫൈനൽ ആൻസറും കിട്ടിക്കഴിഞ്ഞു. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഏരിയയിൽ നിന്നുള്ള ഒരു പ്രോബ്ലത്തെ അറ്റംപ്റ്റ് ചെയ്യുന്നത്. എല്ലാം ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ നമുക്ക് ഓൾറെഡി വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. സോ അതിനുവേണ്ടി നമുക്ക് കിട്ടിയ എല്ലാ ഫിഗേഴ്സും ഫേസർ ഡയഗ്രാമിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടുന്ന ഫേസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജിൻ്റെ ഫേസർ വരയ്ക്കണം, കറണ്ടിൻ്റെ ഫേസർ വരയ്ക്കണം, അതുപോലെ വോൾട്ടേജ് ത്രൂ ദ അക്രോസ് ദ റെസിസ്റ്റർ വരയ്ക്കണം, വി എക്സ് എൽ വരയ്ക്കണം, അതുപോലെ വി എക്സ് സിയും വരയ്ക്കണം. സോ ഇതെല്ലാം വാല്യൂസ് എല്ലാം ഇതിൻ്റെ എല്ലാം പോളാർ ഫോം എന്ന് നമുക്ക് എഴുതി നോക്കാം. സോ വി എന്ന് പറയുന്നത് വി ഈസ് 230 ആംഗിൾ 0 ഡിഗ്രിയാണ്. ഐ എന്താണ്? ഐ ഈസ് നമുക്ക് കിട്ടിയത് ഐ ഈസ് 3.638 ആംഗിൾ മൈനസ് 80.89 ഡിഗ്രിയാണ്. അതുപോലെ വി ആർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വി ആർ ഈസ് 36.38 ആംഗിൾ മൈനസ് 80.89 ഡിഗ്രിയാണ്. വി എക്സ് എൽ എന്ന് പറയുന്നത് 342.87 ആംഗിൾ 9.11 ഡിഗ്രിയാണ്. അതുപോലെ പി എക്സ് സി
വി എക്സ് സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 115.79 ഡിഗ്രി ആംഗിൾ -170.89 ഡിഗ്രിയാണ്. സോ ഇത്രയുമാണ് നമുക്ക് ആംഗിൾസ് കിട്ടിയിട്ടുള്ളത്. സോ ഈ കിട്ടിയിട്ടുള്ള ആംഗിൾസ് വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാമെന്ന് നോക്കാം. നമുക്ക് എപ്പോഴും എളുപ്പം കറണ്ടിനെ ഒരു ബേസ് അല്ലെങ്കിൽ റെഫറൻസ് വെക്റ്റർ ആക്കി എടുക്കുന്നതാണ്. സോ കറണ്ടിനെ റെഫറൻസ് വെക്റ്റർ ആക്കി എടുക്കണമെങ്കിൽ കറണ്ടിൻ്റെ ഫേസ് ആംഗിൾ എന്തായിരിക്കണം 0 ഡിഗ്രി ആയിരിക്കണം. പക്ഷേ നമുക്കിവിടെ 0 ഡിഗ്രി അല്ല. സോ എങ്ങനെ നമുക്കിതിനെ 0 ഡിഗ്രി ആക്കാമെന്ന് നോക്കാം. സോ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പ്രധാനമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ആംഗിളുകളാണ്. നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത്രത്തോളം അത്യാവശ്യമായിട്ട് വേണ്ട നമുക്ക്, കാരണം ബിക്കോസ് വി ആർ റഫായിട്ടാണ് നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നത്. അതുകൊണ്ട് ഈ മാഗ്നിറ്റ്യൂഡ് നമുക്ക് വിഷയമല്ല, ഈ ആംഗിളാണ് നമുക്ക് വിഷയം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കറണ്ടിനെ റെഫറൻസ് വെക്ടർ ആക്കി എടുക്കണം. വോൾട്ടേജിനെ റെഫറൻസ് വെക്ടർ ആക്കി വരയ്ക്കാം, പക്ഷേ കുറച്ചുകൂടെ എളുപ്പം കറണ്ടിനെ റെഫറൻസ് വെക്ടർ ആക്കി എടുക്കുന്നതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ സീരീസ് സർക്യൂട്ട്. സീരീസ് സർക്യൂട്ടിൽ കറണ്ടാണ് എല്ലായിടവും സെയിം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ കറണ്ടിൻ്റെ ആംഗിൾ 0 ഡിഗ്രി ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചേഞ്ചാണ് കൊണ്ടുവരേണ്ടത് എന്ന് ആലോചിക്കണം. സോ കറണ്ടിൻ്റെ ആംഗിളിൽ -80.89 ഡിഗ്രിയാണ്. അവിടെ ഒരു +80.89 ഡിഗ്രി ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ടിൻ്റെ ഫേസർ 0 ഡിഗ്രി ആവത്തുള്ളൂ. കറണ്ടിൻ്റെ ആംഗിൾ 0 ഡിഗ്രി ആവത്തുള്ളൂ. കറണ്ടിൻ്റെ ആംഗിൾ 0 ഡിഗ്രി ആയാൽ മാത്രമേ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഈ റെഫറൻസ് എടുക്കുമ്പോഴത്തേക്കും ഒരു ഫേസറിന് മാത്രമായിട്ട് നമുക്ക് ആംഗിളിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ എന്ത് ചേഞ്ച് ആണോ കൊണ്ടുവന്നത് അതേ ചേഞ്ച് എല്ലാ ഫേസറിലും നമ്മൾ വരുത്തണം. സോ വിച്ച് മീൻസ് +80.89 ഡിഗ്രി എല്ലാ ഫേസറിനും ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഫേസറിൻ്റെ ആംഗിൾ പാർട്ടിലും ആഡ് ചെയ്യുക. +80.89 ഡിഗ്രി +80.89 ഡിഗ്രി +80.89 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയ കുറേ ഒരു സെറ്റ് ഓഫ് ഫേസേഴ്സ് കിട്ടും. വിച്ച് വിൽ ബി വി എന്ന് പറയുന്നത് V is equal to 230 angle 80.89 degree. Now I is 3.638 angle 0 degree. VR എന്ത് വരും? VR is equal to 36.38 angle 0 degree അല്ലേ. VXL എന്ത് വരും? 342.87 angle ഈ 9.11 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 90 ഡിഗ്രി വരും അല്ലേ. ഒരു 90 ഡിഗ്രി വരും. അതുപോലെ VXC എന്ത് വരും? VXCയും ഈ പറഞ്ഞതുപോലെ 115.79 ഡിഗ്രി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഏകദേശം ഒരു -90 ഡിഗ്രി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇത് ഇത്രയും വെച്ചുകൊണ്ടാണ് നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. സോ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ബേസ് വെക്ടർ അല്ലെങ്കിൽ റെഫറൻസ് വെക്ടർ വരയ്ക്കുക. ഇവിടെ നമ്മുടെ റെഫറൻസ് വെക്ടർ എന്ന് പറയുന്ന I ആണ്. I പോസിറ്റീവ് X ആക്സിസിൻ്റെ ഡയറക്ഷനിൽ വരയ്ക്കുക, I എന്ന് മാർക്ക് ചെയ്യുക. അടുത്ത നമുക്ക് വരയ്ക്കാനുള്ളത് വോൾട്ടേജ് ആണ്. സോ വോൾട്ടേജ് എന്ന് പറയുന്ന 230 ആംഗിൾ 80.89, അതായത് പോസിറ്റീവ് ആംഗിളാണ്. പോസിറ്റീവ് ആംഗിൾ നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഐയുടെ മുകൾ ഭാഗത്തേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. ഒരു 80.89 ഡിഗ്രി ഏകദേശം നമുക്ക് ഇങ്ങനെ വരും നമുക്ക് അസ്യൂം ചെയ്യാം. സോ ദിസ് ഈസ് 80.89 ഡിഗ്രി. 80.89 ഡിഗ്രി ഇത്രയല്ല, കുറച്ചും കൂടെ വരും. അല്ലെങ്കിൽ ഞാൻ ഏകദേശം വരച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ദിസ് വിൽ ബി വി. അത് നമുക്ക് അടുത്ത് വരയ്ക്കേണ്ട വിആറിൻ്റെ ആംഗിൾ എവിടെയാണ്? 0 ഡിഗ്രി തന്നെയാണ് അല്ലേ. സോ വിച്ച് മീൻസ് ഐയുടെ കൂടെ തന്നെയാണ്. ഐയും വിആറും ഒരേ റെഫറൻസിൽ തന്നെ ഉള്ള ആൾക്കാരാണ്. സോ വിആർ എവിടെ വരയ്ക്കുക? വിആർ നമുക്ക് ഇവിടെ തന്നെ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇത്രയും നീട്ടി ഇവിടെ വിആർ വരയ്ക്കുക. അടുത്ത് നമുക്ക് വരയ്ക്കേണ്ട VXL ആണ്. VXL 342.87 പ്ലസ് ആംഗിൾ +90 ഡിഗ്രി. ഈ VXL മാർക്ക് ചെയ്യേണ്ടത് എപ്പോഴും വിആറിൻ്റെ എഡ്ജിൽ നിന്നായിരിക്കും. ബിക്കോസ് നമുക്ക് അറിയാം ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ വോൾട്ടേജിൻ്റെയും ഫേസർ സമ്മാണ്. VR + VXL + VXC ആണ്. സോ ആ ഒരു ഫേസർ സം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ VR മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ VXLും VXCയും മാർക്ക് ചെയ്യുന്നത് വിആറിൻ്റെ എൻ പോയിന്റിൽ നിന്നായിരിക്കും. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? VXL +90 ഡിഗ്രി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. സോ ഇതാണ് VXL. Now VXC എങ്ങനെയാണ്? -90 ഡിഗ്രിയാണ്. സോ ഈ പോയിന്റിൽ നിന്ന് മൈനസ് ആയതുകൊണ്ട് താഴേക്ക് മാർക്ക് ചെയ്തു. നമ്മുടെ ശ്രദ്ധിക്കണം, ഈ VXLന് ഏതാണ്ട് ഇതിൻ്റെ ഡബിൾ വാല്യൂ ഉണ്ട്. സോ ഇതിൻ്റെ ലെങ്ത് ഏകദേശം VXLൻ്റെ വാല്യൂവിനേക്കാളും പകുതി ലെങ്തേ കാണത്തുള്ളൂ. താഴേക്ക് VXC എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു വോൾട്ടേജ് മേളിലേക്കും ഒരു വോൾട്ടേജ് താഴേക്കും. സോ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് വലിയ വെക്ടർ ഏതാണോ ആ വെക്ടറിൻ്റെ സൈഡിലേക്കായിരിക്കും. സോ ഇതിൻ്റെ റിസൾട്ടൻ്റ് നമുക്കിവിടെ VXL ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ റിസൾട്ടൻ്റ്
ഇങ്ങോട്ടായിരിക്കും, മുകളിലേക്കായിരിക്കും വരിക. സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? വി എക്സ് എൽ മൈനസ് വി എക്സ് സി. ഓക്കെ, ഇനി വോൾട്ടേജ് ശരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ് അല്ലേ? വി പ്ലസ് വി ആർ പ്ലസ് വി എക്സ് എൽ പ്ലസ് വി എക്സ് സി. ഇവിടെ വി എക്സ് എല്ലിൻ്റെയും വി എക്സ് സിയുടെയും റിസൾട്ടൻ്റ് ആണ് നമുക്ക് ശരിക്കും ഇവിടെ വോൾട്ടേജിന് വേണ്ടത്. വി പ്ലസ് വി ആർ, വി ഇസ് ഈക്വൾ ടു വി ആർ പ്ലസ് റിസൾട്ടൻ്റ് ഓഫ് വി എക്സ് എൽ ആൻഡ് വി എക്സ് സി. വി എക്സ് എല്ലിൻ്റെയും വി എക്സ് സിയുടെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് വി എക്സ് എൽ മൈനസ് വി എക്സ് സി ആണ്. സോ വി ആർ പ്ലസ് വി എക്സ് എൽ മൈനസ് വി എക്സ് സി ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് വോൾട്ടേജിൻ്റെ വേവ് ഫോം ഇങ്ങനെ വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ വോൾട്ടേജ് ലാസ്റ്റ് വരച്ചാലും കുഴപ്പമില്ല. സോ ഈ വി എക്സ് എൽ മൈനസ് എക്സ് സി വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ മുട്ടിച്ച് വരയ്ക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫേസർ ഡയഗ്രാം. ഇവിടെ നമുക്ക് എക്സ് എല്ലിൻ്റെ വാല്യൂ വലുതായതുകൊണ്ടാണ് ഈ വോൾട്ടേജിൻ്റെ ഫേസർ ഫോം ഇങ്ങോട്ട് വന്നത്. ഇൻ കേസ് വി എക്സ് എൽ കുറവും വി എക്സ് സി ഗ്രേറ്ററും ആണെങ്കിൽ ഈ മൊത്തം ഈ റിസൾട്ടൻ്റ് വി എക്സ് സി മൈനസ് എക്സ് എൽ എന്ന് പറയുന്നത് താഴേക്ക് വരികയും വോൾട്ടേജിൻ്റെ വേവ് ഫോം ഇങ്ങോട്ട് വരികയും ചെയ്യും. വിച്ച് മീൻസ് അവിടെ കറണ്ട് ഒരു ലീഡിങ് സർക്യൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സലിൻ്റെ വാല്യൂ ആണ് കൂടുതൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ലാഗിങ് ആണ് വരുന്നത്. നമുക്കറിയാം, ബിക്കോസ് പ്യുവർലി ഇൻഡക്ടർ എപ്പോഴും ഒരു ലാഗാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് വോൾട്ടേജ് ആണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്താണ് നിൽക്കുന്നത് അല്ലേ? ഇനി എക്സ് സിയുടെ വാല്യൂ ആണ് ഹയർ എങ്കിൽ വോൾട്ടേജിൻ്റെ വേവ് ഫോം ഇതിന് നേരെ തലതിരിച്ച് വരും, ഇത് നേരെ തലതിരിച്ച് വരും. അപ്പോൾ വോൾട്ടേജ് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ഇങ്ങനെ വോൾട്ടേജ് വരച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് കറണ്ട് ഈസ് ലീഡിങ് വോൾട്ടേജ്. ഓക്കെ, സോ ഇത്രയാണ് ഈ സെക്ഷനിൽ നിന്ന് വരുന്ന പ്രോബ്ലത്തെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.